വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് അടുത്തൊരു ട്രാവൽ പോവാണ്. എവിടേക്ക്? ലണ്ടൻ. യെസ്, അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹമാണ് ലണ്ടൻ ബ്രിഡ്ജ് കാണണം. അപ്പം ഞങ്ങൾ ഇതേ ഫുള്ള് പ്ലാൻ ചെയ്ത് ഇന്ന് സാറ്റർഡേ ആണ്. അപ്പം ഞങ്ങൾ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഫാമിലി എല്ലാവരും ഉണ്ട്, എല്ലാവരെയും കാട്ടിത്തരാം. അപ്പം നമുക്ക് അടുത്ത ട്രാവൽ പോകാം. ഓക്കെ, അപ്പം ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ കയറിയിരിക്കാം കേട്ടോ. കാട്ടിത്തരാം എല്ലാവരും കൂടി. തനു ഇൻട്രോയിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത് എവിടേക്ക്? നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത് ആര്യഭവനില് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത്. നമ്മൾ പിന്നെ എവിടെ പോയാലും നമ്മുടെ മസാല ദോശ, ഗീ റോസ്റ്റ്, ഉഴുന്നുവട, പൂരി. തന്നൊരു ജ്യൂസ് വേണോ? അപ്പൊ നമ്മൾ ഏത് ഷോപ്പിലാണ് വന്നിരിക്കണം ഫുഡ് കഴിക്കാൻ? അല്ല, നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല വീട്ടിൽ നിന്ന്. രാവിലെ തന്നെ ഞങ്ങള് നമ്മള് എന്താ പറയാ, എവിടെ പോയാലും നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറന്റ് തപ്പി നടക്കുമല്ലോ. ഞങ്ങള് ഇപ്പൊ നമ്മുടെ ആര്യഭവനിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും മസാല ദോശയും ഗീ റോസ്റ്റും അങ്ങനെ ഓരോന്നൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാവും അടുത്ത യാത്ര. വട വന്നു, വട. പക്ഷെ അവര് ആദ്യം വടക്ക് ഹോളില്ല എന്ന് പറയുന്നു. തിരിച്ചു ഞാൻ പറഞ്ഞു വട പോയ വഴി നോക്കിയേ, നല്ല ടേസ്റ്റ് ഒന്നുണ്ടോ വട. പക്ഷെ ഇവര് വട ആദ്യം കൊണ്ടുവന്ന ഇപ്പൊ എന്തുണ്ടായി, എല്ലാവർക്കും വട വേണം. എനിക്കും കിച്ചുവനും പറഞ്ഞതാണ് വട. അയ്യോ, നാട്ടിലെ പക്കാ ടേസ്റ്റ്. കുട്ടപ്പേട്ടിന്റെ അതേ വട. ശിവ എന്തിട്ടത്? ശിവ എന്തിട്ട് ഇട്ടിരിക്കണേ? സ്റ്റിച്ചിയാ? സൂപ്പറായില്ല. വന്നാച്ച് ദോശ വന്നാച്ച്. ഇതെന്റെ അല്ലേ? താങ്ക് യു. എന്റെ പൊന്നു, ഇത് കൊള്ളണ്ട വീഡിയോയില്. പൂരി ഒരെണ്ണം മതി എന്ന് പറഞ്ഞു. എന്നിട്ടത് ചന ഭട്ടൂര. എന്നിട്ട് കുഴിയിൽ കുറച്ച് സാമ്പാർ ഒഴിക്കും. ഹോട്ടല് അടിപൊളിയാട്ടാ, ഒന്നും പറയാനില്ല. ഫുഡും അടിപൊളി, സർവിങ്ങും കാണാനും ഒക്കെ അടിപൊളി അല്ല തനു? ഇത് സൗണ്ട് ട്രെയിൻ പറഞ്ഞേ. ചൂച്ചു. ആ, ചൂച്ചു വരുമോ ഇപ്പൊ? ചൂച്ചു വരും, കാണാട്ടോ നമുക്ക്. എന്തിലേട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്? വോയിസ് കിട്ടില്ലേന്, ഒച്ചയിലല്ലോ പറയണേ. കിട്ടോ? ഞങ്ങളപ്പോ ഇപ്പൊ ട്രെയിനിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. പടകൾ മൊത്തം ഇവിടെ നിരന്നിരിക്കുന്നുണ്ട്. ശിവ ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു ഫീലില്ല. നാട്ടിൽ പോണേ? ശിവ എവിടെ പോണേ? നാട്ടിൽ പോണ്. അമ്മേനെ കൊണ്ടുപോവോ? അമ്മേനെ കൊണ്ടുപോവോ? ഇല്ല. ആരൊക്കെ പോണേ? ഹായ്.
അപ്പൊ നമ്മളിത് ഇപ്പൊ കുറച്ചൊക്കെ നടന്ന് എവിടെയാ ഇവിടെ എത്തിയിരിക്കണം, നമ്മള് എവിടെ എത്തിയിട്ടുണ്ട്? ഇനിയിപ്പോ നമ്മൾ പോണത് മഡാം ടുസാസില് പോണം. മറ്റേ മെഴുക് പ്രതിമയൊക്കെ ഇല്ലേ, അവിടെ ഇവിടെ കാണുന്നില്ലല്ലോ. യെസ്, കാണുന്നുണ്ട് നിങ്ങൾക്ക് വല്ലതും? ഞങ്ങൾക്ക് ഇവിടെ നിക്കാൻ തന്നെ സ്ഥലമില്ല. അപ്പൊ നമ്മളിനി അങ്ങോട്ടോ പോണേ. അപ്പൊ ഞാൻ ഫോട്ടോസ് കാട്ടിത്തരാം. ഇവിടെ പോസ്റ്റ് ഉണ്ട്, കണ്ടാ കണ്ടാ കണ്ടാ. ശരി, ചെവി വന്നിട്ട് മൂക്കിലല്ല ഇടേണ്ടത്, മൂക്ക് കയറായിട്ട്. പുതിയ പാഷൻ അറിയാത്ത സോറി, പുതിയ പാഷൻ അറിയാത്തവരുടെ രണ്ടെണ്ണവും ഇരിപ്പായി നടന്ന് ക്ഷീണിച്ചു. ശിവ ടയർഡായാ? ടയർഡായാ? 12 മണിക്കാണ് നമുക്ക് 12 മണിക്കാണ് ടിക്കറ്റ് കിട്ടിയിരിക്കണത്. ഇപ്പോൾ 12 മണിയാവാൻ ആവാറായി. നമ്മളിപ്പോൾ അതേ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേൾക്കണുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, ഇവിടെ നല്ല ബഹളമാണ്. എന്നാലും കയറ്റി തുടങ്ങി, കയറാൻ പോവാണ്. അപ്പം നമ്മളിത് മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു. അപ്പോൾ അത് എൻട്രി ചെയ്യാണ് നമ്മൾ. അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഫുള്ള് മ്യൂസിക്, ഭയങ്കര വൈബാണ്. ഒരു DJ ഫീലിംഗ് ഉണ്ടോയെന്ന് വെച്ചാൽ അതും ഉണ്ട്. പിന്നെ ഓരോ സെക്ഷൻ അനുസരിച്ച് അതിനനുസരിച്ച് സോങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാനത് ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റും കാര്യങ്ങളും വരും. അപ്പോൾ അതുകൊണ്ട് ഞാനതൊക്കെ മ്യൂട്ട് ചെയ്ത് ഓൺ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ആ മ്യൂസിക്, സോങ്സ് അതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണാൻ കുറച്ചും കൂടി രസം ഉണ്ടാവുള്ളൂ. എന്നാലും ഞാൻ ഇതിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എങ്ങനെയാകുമ്പോൾ നമുക്ക് കയറിയാലോ. ഇതൊക്കെ ഈ ഫോട്ടോഗ്രാഫിയുടെ ഈ സ്റ്റാച്ചു അതൊക്കെ മെഴുകു പ്രതിമയാട്ടോ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ കാണുന്നത് ഫുള്ള് മെഴുകു പ്രതിമകളാണ്. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ദിലീപ് പറയണത്, അതേപോലെ അതുതന്നെയാണ് സംഭവം ശരിക്കും ലണ്ടനിലെ മ്യൂസിയം. അപ്പോൾ നമ്മളും കുറേ ഫോട്ടോസ് എടുത്തു. പ്ലസ് അവിടെ ഭയങ്കര തിരക്കായിരുന്നു. തിരക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ ഫോട്ടോയിൽ ഫോക്കസ് ചെയ്യുമ്പോൾ പിള്ളേരെ കാണാണ്ടാവും. അതാണ് പ്രശ്നം. കാരണം വെച്ചാൽ ഇവർ കുഞ്ഞല്ലേ, ആൾക്കാരുടെ ഇടയിൽ കൂടെ നമുക്ക് മിസ്സാവും. ഇവർക്കും നല്ല എൻജോയ്മെൻ്റ് ആണല്ലോ, പാട്ട്, ഡാൻസ്, മേളം, ആൾക്കാർ ബഹളമൊക്കെ അല്ലേ. അപ്പോൾ അവർ നന്നായിട്ട് ഇത് എൻജോയ് ചെയ്യാണ്. അതിനനുസരിച്ച് നമുക്കാണെങ്കിൽ ഇവിടെ നോക്കണോ അങ്ങോട്ട് നോക്കണോ, അയ്യോ ഓരോന്ന് കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു നമ്മൾ. ഇപ്പോൾ വീഡിയോയിൽ ഇതൊന്നും ഞാൻ ഒരുപാട് അങ്ങനെ കണ്ടിട്ടില്ല ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണെന്നൊന്നും. എന്നാലും ജസ്റ്റൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇത്ര എക്സ്പെക്റ്റ് ചെയ്തിരുന്നതിനാലും ഒരുപാട് അടിപൊളിയായിരുന്നു. ഒരുപാട് സംഭവങ്ങൾ നമുക്ക് തോന്നും, ഇത് ഒറിജിനൽ തന്നെയാണോ, അടുത്ത് ഫോട്ടോ എടുക്കാൻ ചെല്ലണോ വേണ്ടയോ, ഇത് ഒറിജിനൽ തന്നെയാണോ, എന്നിട്ട് ഇങ്ങനെ കണ്ണേക്ക് കുറച്ച് നേരം നോക്കും. എന്നിട്ടാണ് ഞങ്ങളെടുത്ത് ചെന്നിരുന്നത്. അപ്പോൾ അത്രയും അടിപൊളിയായിരുന്നു സംഭവം കാണാനായിട്ട്. പിന്നെ ഹൃതിക് റോഷൻ, രൺബീർ കപൂർ, അതൊക്കെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ട് നമുക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇവർക്ക് ക്രിക്കറ്റ്, സച്ചിൻ ഇവരൊക്കെ കാണുമ്പോൾ ഉള്ള എക്സൈറ്റ്മെൻറ്റ്, ഞങ്ങൾക്ക് ഹൃതിക് റോഷനൊക്കെ കാണുമ്പോൾ വേറൊരു എക്സൈറ്റ്മെൻറ്റ്. ജാദു നമ്മുടെ ഷിൻചാനൊരു ഫാനാണ്. അപ്പോൾ ശിവനെ അവിടെ വെച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യണതാണ്. അപ്പോൾ നമ്മൾ ഇത് നോക്കി, ഇത് ഒറിജിനലാണെന്ന് ഞങ്ങൾ ഒറിജിനലാണോ എന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നിരുന്നത് സത്യത്തിൽ. പക്ഷെ അതൊക്കെ മെഴുകാണ്. അപ്പോൾ അത്രയും അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴത്തെ അവരുടെ ലൈറ്റിങ്ങും സോങ്സും, ഹിന്ദി സോങ്സൊക്കെ ഇടുന്നുണ്ട് അതിൻ്റെ ഒപ്പം. അതായത് നമ്മുടെ ഇപ്പോൾ ഹൃതിക് റോഷൻ ആ സെക്ഷനൊക്കെ വരുമ്പോൾ ഹിന്ദി സോങ്സൊക്കെയാണ്. അങ്ങനെ ഇതൊക്കെ മെഴുകാണ്. കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എക്സിബിഷനോ സൂലായിരിക്കും അങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ അങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്കിയടി അത് ഇതെന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീലിംഗ് ആയിരുന്നു ശരിക്കും. അമ്മയ്ക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സന്തോഷമായത് അമിതാഭ് ബച്ചൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തപ്പോഴായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ സെക്ഷനൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കടന്നത്, ഞാനും നകുലും കൃഷ്ണയും കൂടി കടന്നത് ഒരു ഗോസ്റ്റിൻ്റെ സെക്ഷനുണ്ട് അവിടേക്കാണ്. പിള്ളേർക്ക് കടക്കാൻ പറ്റില്ല. പിന്നെ അമ്മ ഇരുന്നില്ല എന്ന് പറഞ്ഞു, ഷീഞ്ഞാണ്ട് പേടിയാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിന്നെ അതിലേക്ക് കടന്നു. അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് ഫുള്ളി ഡിഫറെൻ്റ് എന്ന് പറയില്ലേ, അതേപോലെയായിരുന്നു.
പിന്നെ നമ്മളിവിടെ ഒരുപാട് സമയം ഫോട്ടോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അങ്ങനെ സമയം കളയാൻ നിന്നില്ല. കാരണം വെച്ചാൽ നമ്മൾ ഇത് ലണ്ടൻ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ 2 ദിവസത്തെ ഒരു ഷെഡ്യൂളായിട്ടാണ് പ്ലാൻ ചെയ്തത്. അതായത് ഇന്ന ടൈമിന് ഇവിടെ ഫിനിഷ് ചെയ്ത് അടുത്ത സെക്ഷനിലേക്ക് കയറണം, അങ്ങനെ. അപ്പോൾ നമുക്ക് ആ സമയം നമ്മൾക്കും കണ്ടിറങ്ങും വേണം. പക്ഷേ നമുക്ക് ആവശ്യത്തിന് കൂടുതൽ സമയം ഉണ്ടായിരുന്നു. പിന്നെ പക്ഷേ എല്ലാവരും ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ ക്യൂ ആയിരുന്നപ്പോൾ നമ്മൾ അതിന് വേണ്ടി ക്യൂ നിന്ന് സമയം കളഞ്ഞില്ല എന്ന് മാത്രം. കിട്ടണതൊക്കെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങോട്ട് പോയി എന്ന് മാത്രം. അപ്പോൾ ഇനി നമുക്ക് ആ ഗോസ്റ്റിൻ്റെ സെക്ഷനിലേക്ക് കിടക്കാം. അതൊരു വേറൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എന്താ പറയുക, ബ്ലഡിൻ്റെ സ്മെല്ല്, ആസിഡിൻ്റെ സ്മെല്ല്, ലാസ്റ്റായപ്പോൾ എനിക്ക് ഛർദ്ദിക്കാനൊക്കെ വന്നു തുടങ്ങി. ഇതാണ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറണത് കേട്ടോ. ഇതൊക്കെ ഞാൻ വോയിസ് ഓവർ പറഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒക്കെ ബാക്കിൽ മ്യൂസിക്, സോങ്സ് അതൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനതൊക്കെ കളഞ്ഞിട്ട് ഇപ്പം എൻ്റെ ഓൺ വോയിസ് കൊടുക്കുന്നത്. ഇതെന്ന് ആക്ച്വലി ഞങ്ങൾ ഈ 3 മണി ചിരിച്ച് കളിച്ച് വരുന്നത് പേടിയുണ്ട്, അന്ന് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട്, പിന്നെ ഇനി തല ഇറങ്ങി വീഴും അത് ഇതെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിയാക്കി വരുന്നതാണ്. അപ്പോൾ കയറി വന്നപ്പോൾ വലിയ കുഴപ്പമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ പണ്ട് ഇവിടെ നടന്ന കൊലപാതകങ്ങൾ, അതായത് തെളിഞ്ഞിട്ടുള്ള കൊലപാതകങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു ഡെമോ പോലത്തെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഫുള്ള് ഹൊറർ ഫീല്, നമ്മളൊരു ഹൊറർ മൂവിയിൽ അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പെടുമ്പോൾ ഉണ്ടാവണ ഒരു ഫീലില്ലേ നമുക്ക്. അതായത് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ആരെങ്കിലും വരും, അപ്പുറത്തെ സൈഡിൽ നിന്ന് ആരെങ്കിലും വരും, അങ്ങനത്തെ ഒരു ഫീലാണ് നമുക്ക്. അതിൻ്റെ മ്യൂസിക് ആയാലും ഒരു ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്, സ്മെല്ല്, അങ്ങനെയൊക്കെ ഫുള്ള് അങ്ങനെ തന്നെയാണ്. അതേപോലെ അതിൻ്റെ ന്യൂസിൻ്റെ അന്നത്തെ ന്യൂസ് പേപ്പറിൽ വന്ന റിപ്പോർട്ട്സ്, കാര്യങ്ങൾ, ന്യൂസ് അതൊക്കെ അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ടാവും, നടന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ആരാണ് ചെയ്തത്, അല്ലെങ്കിൽ അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് കണ്ടോ. ഇതൊക്കെ അങ്ങനെയാണ്. നമുക്ക് അത് വേണമെങ്കിൽ ഫുൾ വായിച്ച് പതുക്കെ നീങ്ങിയാൽ മതി. പിന്നെ ഞങ്ങൾക്ക് അത്രയുള്ള ഒരു ഇതില്ലാത്തത് കൊണ്ട് ഞങ്ങൾ വേഗം കണ്ട് നീങ്ങി. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് കാണുമ്പോൾ നമുക്ക് പേടിയാവും, നമ്മളെയാണോ നോക്കണേ എന്നുള്ളൊരു ഫീല്. പിന്നെ സൈഡിൽ കൂടെ ഓരോ ഒച്ചകൾ, കാര്യങ്ങൾ. പിന്നെ ഒരു തുടങ്ങിയപ്പോൾ കുഴപ്പമുണ്ടായില്ല, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ബ്ലഡിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് വന്നിട്ട് ഛർദ്ദിക്കാൻ വരുന്ന പോലത്തെ ഒക്കെ ഒരു ഫീലായിരുന്നു. ആസിഡ് അങ്ങനെയൊക്കെ ഒരു മാതിരി, എന്താ പറയില്ലേ, ഒരു മാതിരി അളിഞ്ഞ് വിളിഞ്ഞ് മണവും അതും ഇതൊക്കെ ആയിട്ടായിരുന്നു. ഫുള്ളൊരു ഹൊറർ ടൈപ്പ്. അങ്ങനെ ഞങ്ങൾ അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ചെറിയൊരു ട്രെയിൻ പോലെ, നമുക്കതിലിങ്ങനെ 2-3 പേര് വെച്ചിട്ട് ഇരിക്കാം. എന്നിട്ട് ഫുള്ള് അതിൻ്റെ ഉള്ളിലൊന്ന് ഒരു റൗണ്ട് അടിക്കും. അതും ഈ ഒരു എക്സിബിഷൻ പോലെ തന്നെ അത് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ്. അതിൻ്റെ തീമും ഇതേപോലെ ഹൊറർ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ്. ചില തലകളൊക്കെ അവിടെ വെട്ടി നുറുങ്ങിയൊക്കെ ഇരിക്കണ കാണാം, അല്ലെങ്കിൽ ഇങ്ങനെ തൂങ്ങി ആടണ കാണാം, ബ്ലഡ് പോലെയൊക്കെ ഇതുമായിട്ട്. ചിലപ്പോൾ നല്ല രീതിയിലുള്ളതും ഉണ്ടാവും. ഒക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇത്. പിന്നെ അല്ലാതെ നമുക്ക് ആ ഒരു പിക്ചർ അല്ലെങ്കിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് അതിൻ്റെ മ്യൂസിക്കും കാര്യങ്ങളിൽ ഇതുകൊണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതും നമ്മളൊക്കെ ഒരു, അതായത് ഈ ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്യണതനുസരിച്ച് നമുക്ക് റൈറ്റിക്കും ലെഫ്റ്റിക്കും ഒക്കെ നോക്കണം. കാരണം അപ്പുറത്തും ഉണ്ടാവും ഇപ്പുറത്തും ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചൊക്കെ കണ്ടാവും. അതൊക്കെ പാവകളൊക്കെ നമ്മളിങ്ങനെ ഹൊറർ മൂവിയിലൊക്കെ കാണുന്ന പോലെ നോക്കി, ഇതൊക്കെ ഒരു ഡെഡ് ബോഡി ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണ പോലെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു തീമിലാണ് ഇത് ഫുള്ള് നമ്മളിങ്ങനെ റൗണ്ട് അടിച്ച് കാണുന്നത്. അപ്പോൾ നമുക്ക് പേടിയായിരുന്നു പിള്ളേരെങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളത്. പക്ഷെ അങ്ങനെ പേടിപ്പിക്കാനായിട്ട് ഇങ്ങനെ സഡൻലി വരുന്ന ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരും എൻജോയ് ചെയ്തു. ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. താനും ഫുള്ള് അങ്ങനത്തെ ഒരു ഫുള്ളി ഹൊറർ ഇതുമല്ല, ഇരുട്ടുകൂടി അങ്ങനത്തെ ഇതല്ല. അപ്പോൾ അതും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു, നല്ലതായിരുന്നു. അങ്ങനെ ഈ സെക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയത് ഒരു 3D മൂവിക്ക് കയറി. അത് കയറിയത് പക്ഷേ നമ്മളൊക്കെ ആയിരുന്നു, പക്ഷേ ശിവ കരഞ്ഞ് പൊളിച്ച് ബഹളാക്കി. അപ്പം നമുക്കങ്ങനെ ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല, എന്നാലും നല്ല അടിപൊളി എഫക്റ്റായിരുന്നു. അപ്പം അതും കൂടിയും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങും, മറ്റേ വെളിച്ചുള്ളടത്തേക്ക് ഇറങ്ങും, ഈ ഇരുട്ടിൻ്റെ ഇടയിൽ നിന്ന് പുറത്തിറങ്ങും. അപ്പോൾ ഈ വീഡിയോയിൽ ഞാനിപ്പോൾ എൻ്റെ ഓൺ വോയിസ് എടുത്തിട്ടാണ് ഫുള്ള് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമായിട്ടുണ്ടാവും എന്നെനിക്കറിയില്ല, എന്നാലും നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാട്ടിത്തരാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് കാണാം. ഇതിപ്പോൾ ഒരുപാട് ലോങ് ആയില്ലേ, എൻ്റെ വോയിസിനെ കേട്ട് നിങ്ങൾക്ക് ബോറടിക്കണമുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ബാക്കി കാഴ്ചകളായിട്ട് വരാം. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.